ഹായ് ഹലോ 2026 ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയുന്നത് നമ്മൾ സ്കിൻ കെയർ ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. 27 ആകുമ്പോഴേക്കും ഫേസിലുള്ള എല്ലാ പ്രശ്നങ്ങളും നമുക്ക് തീർക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾക്ക് സ്കിൻ കെയർ പ്രോപ്പറായിട്ട് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. എങ്ങനെയാണ് സ്കിൻ നമ്മളൊന്ന് കെയർ ചെയ്യാൻ പറ്റുക? നമ്മൾക്ക് കുറേ പ്രശ്നങ്ങളുണ്ടാവും സ്കിന്നിലേക്ക് അല്ലേ? അപ്പോൾ ആ പ്രശ്നങ്ങളെ ഒക്കെ ക്യൂർ ചെയ്യാനായിട്ട് സ്കിൻ കെയർ എങ്ങനെ ചെയ്യാം? നമ്മൾക്ക് കുറേ ഫേസ് പാക്കുകളുണ്ട്, ആൻറ്റി ഏജിങ് ഓയിലുണ്ട്, ഫേസ് ബ്രൈറ്റനിങ് ഓയിലുണ്ട്, അങ്ങനെ കുറേ പ്രോഡക്റ്റ്സ് നമ്മൾക്കുണ്ട്. നലങ്കുമാവുണ്ട്, ഹെയർ കെയർ പാക്കുണ്ട്, അങ്ങനെ കുറേ ഉണ്ട്. ഹെയർ നമുക്ക് വേറൊരു ദിവസം ചെയ്യാം. ഇന്ന് നമ്മൾ സ്കിൻ എങ്ങനെയാണ് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നതെന്ന് നമ്മൾക്ക് നോക്കാം. അപ്പോൾ ഞാൻ സ്കിൻ കെയർ നിങ്ങൾക്ക് കാണിച്ചു തരാനായിട്ടും ഞാൻ എൻ്റെ സ്കിൻ കെയർ ചെയ്യാനായിട്ടും ഇന്ന് റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾക്ക് ഒരു 10 സ്കിൻ കെയർ ടിപ്സ് ഇന്ന് നമ്മൾക്ക് നോക്കാം. 10 പ്രാവശ്യം ചെയ്യേണ്ടതല്ല, 10 ഓരോന്നായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്, ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് നമ്മളുടെ സ്കിന്നിനെ ഡെയിലി കെയർ ചെയ്യേണ്ടതെന്ന് ഒന്ന് നോക്കാം. എക്സ്പെഷ്യലി ഒരു 50, 55, 40 വയസ്സിന് മേളിലൊക്കെയും ഓരോരുത്തരുടെ ജനറ്റിക്കിനനുസരിച്ച് ആൻറ്റി ഏജിങ്ങിൻ്റെ ഏജ് ഡിഫർ ആവും. ഓക്കെ, ചിലർക്ക് 38 വയസ്സിലും 35 വയസ്സിലും ഒക്കെ അത് സിവിയറായിട്ട് സ്റ്റാർട്ട് ചെയ്യും, ചിലർക്ക് 40+, ചിലർക്ക് 50+. സോ അതിൻ്റെ ഒരു സിവിയർ ആക്ഷൻ കാണിക്കുന്ന ആ സമയത്തായിരിക്കും ഞാൻ പറയുന്ന ഹോർമോണൽ ചേഞ്ചസ് ഒക്കെ. സോ ഇങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മളൊരു പ്രോപ്പർ സ്കിൻ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്താലും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയില്ല. സാറ്റിസ്ഫാക്ഷൻ എന്ന് വെച്ചാൽ എന്താ? റിസൾട്ട് കിട്ടിയില്ല. അപ്പോൾ നമ്മൾക്ക് ഇന്ന് സ്കിൻ കെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നമ്മൾക്കൊന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾക്ക് സ്കിൻ കെയർ തുടങ്ങാം. ഫസ്റ്റ് ചെയ്യേണ്ടത് സ്കിൻ നന്നായിട്ട് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ രാവിലെ ക്ലീൻ ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും ഹാർഷായിട്ടുള്ള ഒരു ഫേസ് വാഷും ഉപയോഗിക്കാതെ ജെൻറ്റിലായിട്ടുള്ള ഒരു ഫേസ് ക്ലെൻസർ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാം. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മളുടെ തന്നെ സ്റ്റോറിലുള്ള ഒരു ഫേസ് വാഷ് പൗഡർ വെച്ചിട്ടാണ് വാഷ് ചെയ്യാൻ പോകുന്നത്. ഈവനിങ് മേക്കപ്പ് എല്ലാം മാറ്റുമ്പോൾ നിങ്ങൾ എന്ത് തന്നെ പ്രോഡക്റ്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിലും വെറും മോയ്സ്ചറൈസർ മാത്രമേ ഇടുന്നുള്ളെങ്കിലും ഈവനിങ് നന്നായിട്ട് ഡബിൾ ക്ലെൻസ് ചെയ്യണം. മോർണിംഗ് ഇത് വെച്ചിട്ട് നമുക്ക് വാഷ് ചെയ്യാം. ഞാനിത് മിക്സ് ചെയ്യുന്നത് റോസ് വാട്ടറിലാണ്. ഇത് ഹോം മെയ്ഡ് റോസ് വാട്ടറാണ്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫേസിൽ വളരെ പതുക്കെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നലങ്ക് മാവ് വെച്ചും നമുക്ക് വാഷ് ചെയ്യാം. പതുക്കെ വേണം. ആൻറ്റി ഏജിങ്ങിൽ നമ്മൾ ഒരു ഫൈൻ പൗഡർ ആയിരുന്നാൽ കൂടെ ഒരുപാട് വെച്ച് റബ്ബ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് ഇതുപോലെ ഒരു ഹെർബൽ ക്ലെൻസർ വെച്ചിട്ട് ഫേസ് ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. ലിപ്സ്റ്റിക്ക്, ലിപ് ബാം എല്ലാം തന്നെ കളയുക. ഇതിങ്ങനെ റബ്ബ് ചെയ്യുന്നത് ലിപ്പിന് നല്ലതാണ്. ഒരു 2 മിനിറ്റ്സ്, 1.5 നിമിഷമൊക്കെ റബ്ബ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വാഷ് ചെയ്യുക. ഞാൻ വാഷ് ചെയ്തിട്ട് വരാം. ഫേസ് വാഷ് ചെയ്തിട്ടുണ്ട്. ഫേസിനെ ഒരുപാട് ഇങ്ങനെ ഉടയ്ക്കാതെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് എന്തെങ്കിലും മൈക്രോ ഫൈബർ ക്ലോത്ത് ഉണ്ടെങ്കിൽ വെച്ച് പ്രസ് ചെയ്ത് ആ വെള്ളത്തിനെ അങ്ങ് മാറ്റുക. അടുത്ത് നമുക്ക് എന്താ വേണ്ടത്? നമ്പർ 2 നമ്മൾ ചെയ്യേണ്ടത് കൺസിസ്റ്റൻസി ഓവർ ദ പ്രോഡക്റ്റ് എന്നുള്ളതാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കണം. നമ്മൾ അടുത്ത് ഇടാൻ പോകുന്നത് മോയ്സ്ചറൈസറാണ്. അപ്പോൾ നമ്മൾ എന്ത് മോയ്സ്ചറൈസറാണോ ഇടുന്നത് അതൊരു 30 ദിവസമെങ്കിലും ഇട്ടാൽ മാത്രമേ നമ്മൾക്ക് അത് നമ്മളുടെ സ്കിന്നിന് സ്യൂട്ട് ആവുന്നുണ്ടോ എന്നറിയുള്ളൂ. പക്ഷേ എന്തെങ്കിലും ഇച്ചിങ്ങോ അലർജിയോ അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് നിങ്ങൾ അപ്പം തന്നെ സ്റ്റോപ്പ് ചെയ്യുക. ഞാൻ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്റ്റോറിലുള്ള മോയ്സ്ചറൈസറാണ്. ഇതൊരു ഗ്ലോ മോയ്സ്ചറൈസറാണ്. നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും മോയ്സ്ചറൈസർ വാരിക്കോരി തേക്കാവുന്നതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റിൽ കൺസിസ്റ്റൻസി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക. എപ്പോഴും പ്രോഡക്റ്റ് മാറ്റാതെ ഇഷ്ടം പോലെ മോയ്സ്ചറൈസർ ഇടുക. മോയ്സ്ചറൈസർ ഇട്ട് ഇനി ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് വളരെ നല്ലതാണ് റിങ്കിൾസ് വരാതെയും ഫൈൻ ലൈൻസ് വരാതെയും ഒക്കെ ഇരിക്കാനായിട്ട്. ലേഡീസ് മാത്രമല്ല ജെൻസിനും കൂടെ ചെയ്യാവുന്ന സ്കിൻ കെയർ ആണ് ഞാൻ കാണിക്കുന്നത്. സോ ആൻറ്റി ഏജിങ്ങിൽ മോയ്സ്ചറൈസറിന് ഭയങ്കര ഇമ്പോർട്ടൻറ്റ് പൊസിഷനാണുള്ളത്. ഓക്കെ,
മോയ്സ്ചറൈസർ നമ്മൾ കഴുത്തിലും ഇങ്ങനെ തേച്ച് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കഴുത്തിന് റിങ്കിൾസ് വരാതിരിക്കാനുള്ള എക്സസൈസൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിരുന്നു. അതൊന്ന് നോക്കി അതൊന്ന് ചെയ്യാൻ മടിക്കരുത്. അടുത്തത് നമ്മൾ മോയ്സ്ചറൈസർ ഇട്ടിട്ട് ഒരു 2-3 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പുണ്ട്, ഡെയിലി ചെയ്യണം. എന്താന്ന് വെച്ചാൽ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കുക. നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കാൻ തന്നെയാണ് മോയ്സ്ചറൈസർ ഇട്ടത്. മോയ്സ്ചറൈസർ പുറത്ത് മാത്രമാണ് ഇടുന്നത്, അകത്തോട്ടും കൂടെ എന്തെങ്കിലും വേണം. അതുകൊണ്ട് എന്തൊക്കെ ഡ്രിങ്ക്സ് തിങ്കൾ ചൊവ്വ ബുധൻ, തിങ്കൾ മുതൽ സൺഡേ ടു സാറ്റർഡേ വരേക്കും എന്ത് ഡ്രിങ്ക്സ് ആണ് കഴിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഒരാഴ്ച തിങ്കൾ ടു ശനിയാഴ്ച മുതൽ ഞായറാഴ്ച വരെ എന്ത് ഡ്രിങ്ക്സ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഫോളോ ചെയ്ത് നോക്കും. ഇത് ഞാൻ കാണിക്കുന്നത് നിങ്ങളുടെ എളുപ്പത്തിന് വേണ്ടിയാണ്. നിങ്ങളിരുന്ന് ആലോചിക്കും എന്ത് ഡ്രിങ്ക്സ് ആണ് കഴിക്കുക, എന്ത് ജ്യൂസാണ് കഴിക്കുക, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ആലോചിക്കേണ്ട. ജസ്റ്റ് വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാനൊരു ചാർട്ട് പോലെ തരാം. മൺഡേ എന്താണ് കഴിക്കേണ്ടത്, ചൊവ്വാഴ്ച എന്താണ് കഴിക്കേണ്ടത്, അല്ലെങ്കിൽ ബുധനാഴ്ച എന്താണ് കഴിക്കേണ്ടത്, പിന്നെ തേഴ്സ്ഡേ എന്താണ് കഴിക്കേണ്ടത്, ഫ്രൈഡേ എന്താണ് കഴിക്കേണ്ടത്, സാറ്റർഡേ, അങ്ങനെ എല്ലാ ദിവസവും ഞാൻ കാണിക്കുന്ന പോലെ ജ്യൂസ് ഒരു വർഷം കഴിച്ചു നോക്കൂ. സ്കിൻ ഭയങ്കര സ്റ്റാർ പോലെ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങളോട് ചോദിക്കും, ഇത്ര ഏജ് ആയത് നിങ്ങൾ പോലും നിങ്ങൾ മറന്നുപോകും അല്ലേ? ആളുകൾ അതുപോലെ നിങ്ങളോട് ചോദിക്കും എന്താണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ പറഞ്ഞു കൊടുക്കാതിരിക്കരുത്, അവർക്കും കൂടെ പറഞ്ഞു കൊടുക്കുക. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് മോയ്സ്ചറൈസർ ഇട്ടു, ഹൈഡ്രേറ്റ് ചെയ്തു. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൻറ്റി ഏജിങ് സ്കിൻ കെയറിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സൺസ്ക്രീൻ ഇടുക എന്നുള്ളത്. നമ്മളുടെ കയ്യിലുള്ള മോയ്സ്ചറൈസർ സൺസ്ക്രീനും കൂടെ ചേർന്നതായതുകൊണ്ടാണ് പോയ മേക്കപ്പ് വീഡിയോയിൽ ഞാനത് പറയാഞ്ഞത്. നിങ്ങൾ ചോദിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം എല്ലാം ഞാൻ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിക്കത്തില്ലല്ലോ. അപ്പോൾ കുറേ പേർക്കൊക്കെ സൺസ്ക്രീനിനെ കുറിച്ച് അറിയാം. ഞാനത് ഭയങ്കര സന്തോഷമാണ് ആ കാര്യത്തിൽ. സോ നമ്മൾ മോയ്സ്ചറൈസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതുണ്ട് സൺസ്ക്രീനാണ്. ആക്ച്വലി ഞാൻ കുറേ ബുക്കുകളിൽ വായിച്ചിട്ടുണ്ട്, നമ്മളുടെ സൈഡിലോട്ടുള്ള, അതായത് ഏഷ്യൻ സൈഡിലോട്ടുള്ള കൺട്രീസിൽ അധികം സൺസ്ക്രീനിൻ്റെ ആവശ്യമില്ല. അപ്പം നിങ്ങൾ ഒരുപാട് ഈ 50+++ എന്ന് പോയിട്ട് ഈ തെരഞ്ഞു പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫൗണ്ടേഷനിൽ സൺസ്ക്രീനിൻ്റെ സൺ പ്രൊട്ടക്ഷൻ അവർ പറയുന്നുണ്ട്, പിന്നെ നമ്മുടെ മോയ്സ്ചറൈസർ സൺ പ്രൊട്ടക്ഷൻ ഉണ്ട്. അപ്പോൾ എല്ലാം കൂടെ ചേരുമ്പോൾ ഫേസിനെ അങ്ങ് ഭയങ്കരമായിട്ട് കവർ ചെയ്ത് വെക്കാതെ ഒന്ന് ബ്രീത്ത് ചെയ്യാൻ പറ്റുന്ന പോലത്തെ മേക്കപ്പാണ് ഞാൻ കാണിച്ചത്. സോ നമ്മൾക്കിന്ന് നമ്മളുടെ സ്റ്റോറിൽ ഉണ്ടാക്കിയ സൺസ്ക്രീൻ ഇടാം. നിങ്ങൾക്ക് ഏത് സൺസ്ക്രീൻ വേണമെങ്കിലും ഇടാം. വേണമെങ്കിൽ ഞാൻ 2-3 സൺസ്ക്രീൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. നമ്മൾ സൺസ്ക്രീൻ ഉപയോഗിക്കാൻ പോവാണ്. സൺസ്ക്രീൻ ഇങ്ങനെ 3 ലെയർ 4 ലെയർ എന്നൊക്കെ പറയും. നിങ്ങൾ ഇതുപോലെ വരച്ചാൽ മതി നിങ്ങളുടെ സൗകര്യത്തിന്. സൺസ്ക്രീൻ ഇടുമ്പോൾ നല്ല വൃത്തിയായിട്ട് നിറയിടുക. കഴുത്തിലിടാൻ മറക്കരുത്. പിന്നെ ബാക്കിയുണ്ടെങ്കിൽ കയ്യിലും കൂടി ഇട്ടേക്കാം. ഞാനിത് സൺസ്ക്രീൻ കഴുത്തിൽ തേക്കുന്നത് കഴുത്ത് പ്രസ് ചെയ്തിട്ടൊന്നും അല്ല കേട്ടോ. കഴുത്ത് അധികം പ്രസ് ചെയ്യരുത്. ഒരുപാട് പേരും ഫേസ് മസാജ് ചെയ്യുന്നതൊക്കെ കണ്ടമാനം പ്രസ് ചെയ്തിട്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യണ്ട കേട്ടോ. നമ്മൾ സൺസ്ക്രീൻ ഇട്ടു, കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അതാണ് രാവിലത്തെ സ്കിൻ കെയർ. നമ്മളുടെ മോർണിംഗ് സ്കിൻ കെയർ ഇതാണ്. ഇതോടെ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞു. പിന്നെ പുറത്ത് പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് മേക്കപ്പ് ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് സ്കിൻ കെയർ മാത്രമാണ് കാണിച്ചത്. രാവിലെയുള്ള സ്കിൻ കെയർ നമ്മൾ ക്ലെൻസിങ് ചെയ്തു, നമ്മൾ ഹൈഡ്രേറ്റ് ചെയ്തു, മോയ്സ്ചറൈസർ ചെയ്തു, ഹൈഡ്രേറ്റ് ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ സൺസ്ക്രീൻ ഇട്ടു. ഇതാണ് നമ്മൾ രാവിലെ ചെയ്യേണ്ട സ്കിൻ കെയർ. നിങ്ങൾക്ക് അടുത്തായിട്ട് നമുക്ക് വേറൊന്ന് ചെയ്യേണ്ടത് ലിപ്പിൻ്റെ കെയറാണ്. ലിപ് ബാം ഇടുക. ലിപ് ബാം ഇടാൻ മറക്കണ്ട. ലിപ് ബാം ഇടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ എപ്പോഴും കളറില്ലാത്ത ലിപ് ബാമാണ് ലിപ്പിലിടാറുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കളറുള്ള ലിപ് ബാം ഇടാം. കളറുള്ളതിൽ അതിന് പ്രത്യേകിച്ച് ഒരു ഗുണവുമില്ല. കളർ എന്നുള്ളതിൽ നമ്മളുടെ ഒരു മനസ്സിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ് കളർ എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ റോസ് ലിപ് ബാമിൽ റോസ് എസെൻസ് ഉണ്ടാവും, ബീട്രൂട്ടിൻ്റെ ലിപ് ബാമിൽ ബീട്രൂട്ടിൻ്റെ എസെൻസ് ഉണ്ടാവും, മറ്റേ അതുപോലെ സ്ട്രോബെറിയിൽ അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് ഉണ്ടാവും. പക്ഷെ അത് നമ്മൾ കളറില്ലാത്ത ലിപ് ബാമിലും ഇതൊക്കെ തന്നെ ചേർക്കാറുണ്ട്. ഞാൻ കളറില്ലാത്ത ലിപ് ബാമാണ് ഇടാറുള്ളത്. എനിക്കതാണ് എളുപ്പം. ലിപ് ബാം വളരെ ചെറിയ എമൗണ്ട് മതിയാവും. ഇങ്ങനെയാണ് ലിപ് ബാം എടുക്കുന്നത്. നമ്മുടെ പ്രോഡക്റ്റ് അങ്ങനെയാണ് എടുക്കേണ്ടത്. നമ്മളുടെ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞു. ഇനി രാത്രിയിൽ എങ്ങനെയാണ് സ്കിൻ കെയർ ചെയ്യേണ്ടതെന്ന് നോക്കാം.
രാത്രിയിൽ സ്കിൻ കെയർ ചെയ്യാനായിട്ട് നമ്മൾ ഡബിൾ ക്ലെൻസിങ് ചെയ്യുക എന്നുള്ളതാണ് ഫേസിനെ. എന്ത് ഫേസ് വാഷ് നിങ്ങൾ ഉപയോഗിക്കുന്നത്, നാച്ചുറൽ ആയിട്ടുള്ള ഹെർബൽ ആയിട്ടുള്ള നമ്മളുടെ സ്റ്റോറിലുള്ള സാഫ്രോൺ ഫേസ് വാഷ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് വാഷ് നിങ്ങൾ ഉപയോഗിച്ച് 2 പ്രാവശ്യം ഫേസ് വാഷ് ചെയ്യുക. കാരണം രാത്രിയിൽ ഡബിൾ ക്ലെൻസിങ് ചെയ്യണം. പിന്നെ നമുക്ക് ചെയ്യേണ്ടത് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഫേസ് പാക്ക് നിങ്ങൾ ആഴ്ചയിൽ 3 പ്രാവശ്യമോ 4 പ്രാവശ്യമോ മാത്രം ഇട്ടാൽ മതിയാകും. ഇന്ന് ഞാൻ കാണിക്കാം എങ്ങനെയാണ് ഫേസ് പാക്ക് ഇടുന്നത്. നിങ്ങൾക്ക് ഫേസ് പാക്ക് ടൊമാറ്റോ പൾപ്പ് വെച്ചിട്ടോ പൊട്ടറ്റോ ജ്യൂസ് വെച്ചിട്ടോ അല്ലെങ്കിൽ പാല് വെച്ചിട്ടോ എങ്ങനെ കുക്കുംബർ ജ്യൂസ് വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് മിക്സ് ചെയ്യാം. ഞാനിപ്പോൾ എടുക്കുന്നത് റോസ് വാട്ടറാണ്. നമ്മളുടെ സ്റ്റോറിലുള്ള ഹോം മെയ്ഡ് റോസ് വാട്ടറാണ്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടോ നിങ്ങളുടെ കയ്യിലുള്ള സ്റ്റാപ്പുല വെച്ചിട്ടോ ഒക്കെ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഞാനിന്ന് ഇടുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ റെഡ്യൂസിങ് നമ്മളുടെ ഫേസ് പാക്കാണ്. ഇങ്ങനെയും ഇടാം, ബ്രഷ് വെച്ചും ഇടാം, കൈ കൊണ്ടും ഇടാം. തക്കാളി പൾപ്പിലൊക്കെ ആണെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ്. ഞാനിപ്പോൾ ഇന്നിടുന്നത് റോസ് വാട്ടറിലാണ്. നിങ്ങൾ പൊട്ടറ്റോ ജ്യൂസിൽ ഒരു ദിവസം ഇടാം, വെള്ളരിക്ക ജ്യൂസിൽ ഒരു ദിവസം ഇടാം, പാലിലിടാം, തൈരിലിടാം, തേങ്ങാപ്പാലിലിടാം. ഓക്കെ, ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞ് സംസാരിക്കരുത്. 10, 15, 20 മിനിറ്റ് നിങ്ങൾക്ക് ഫേസ് പാക്ക് ഇടാം. നമ്മളുടെ ഫേസ് പാക്കിൽ ആക്ച്വലി ഫേസ് ബ്രൈറ്റനിങ്ങും കൂടെ ചേർന്നാണ് നമ്മളുടെ ഫേസ് പാക്കിനകത്ത്. ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട്. മഞ്ചിഷ്ട, റെഡ് സാൻഡൽവുഡ്, പൊട്ടറ്റോ പൗഡർ, സ്വീറ്റ് പൊട്ടറ്റോ പൗഡർ, അങ്ങനെ കുറേ ത്രിഫല, അങ്ങനെ കുറേ ഇൻഗ്രീഡിയൻസ് ചേർന്നാണ് നമ്മളുടെ ഫേസ് പാക്ക്. ഓൾമോസ്റ്റ് മോർ ദാൻ 12 ഇൻഗ്രീഡിയൻസ് ചേർന്ന ഫേസ് പാക്കാണ് നമ്മളുടെ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഫേസ് പാക്ക്. ഇതിൻ്റെയൊക്കെ എങ്ങനെയാണ് വാങ്ങുന്നതെന്ന് കുറച്ച് പേര് ചോദിച്ചു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. സോ ഫേസ് പാക്ക് ഇട്ടിട്ട് നോർമലായിട്ടും സംസാരിക്കരുത്. ഇതിപ്പോൾ ഉണങ്ങാൻ തുടങ്ങിയിട്ടില്ല. ഇത് കണ്ടോ, സംസാരിക്കുന്നതുകൊണ്ട് വീണ വരെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഫേസ് പാക്ക് ഇട്ടിട്ട് സംസാരിക്കരുതെന്ന്. ഫേസ് പാക്ക് ഇട്ട് ഞാൻ ഫേസ് വാഷ് ചെയ്തു. ജസ്റ്റ് ടച്ച് ചെയ്ത് തുടയ്ക്കുക. ഞാൻ സാധാരണ ഫേസ് പാക്ക് ഇടുന്ന ദിവസങ്ങളിൽ ആഴ്ചയിൽ 2, 3, 4 എൻ്റെ ഒരു ബിസി ഷെഡ്യൂൾ അനുസരിച്ച് ഞാൻ അങ്ങനെ ആയിരിക്കും ചെയ്യുക. സോ ഇന്നിപ്പോൾ ഫേസ് പാക്ക് ഇട്ട് ഞാൻ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആൻറ്റി ഏജിങ് ഓയിലാണ്. ഓക്കെ, അത് ഞാനൊരു 10 മിനിറ്റോ 8 മിനിറ്റോ ഒക്കെയാണ് ഫേസിലൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഫേസിൽ അപ്ലൈ ചെയ്ത് മസാജ് ചെയ്തിട്ട് അങ്ങനെ ഓവർനൈറ്റ് വിടുകയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ മുഖത്തിൻ്റെ സ്കിന്നിൻ്റെ ടൈപ്പ് അനുസരിച്ച് പിമ്പിൾസ് വരുന്നതാണോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇത് ഇട്ട് കഴിഞ്ഞ് വേണമെങ്കിൽ ഒരു ഹെർബൽ ഫേസ് പൗഡർ ഇട്ടിട്ട് വാഷ് ചെയ്ത് കളയാം ഒരു 25-30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട്. പക്ഷെ ഞാൻ വാഷ് ചെയ്യാറില്ല. എൻ്റെ അടുത്ത് ആരോ ചോദിച്ചു, ഇങ്ങനെ വാഷ് ചെയ്ത് കളയാതിരുന്നാൽ തലേണയിലാവത്തില്ലേ? അതിൻ്റെ സൊല്യൂഷൻ നിങ്ങൾ തന്നെ കണ്ടുപിടിക്കണം. ഒരു പഴയ എന്തെങ്കിലും ഡ്രസ്സ് അതിൻ്റെ പുറത്ത് വിരിച്ചിട്ട്, പില്ലോടെ പുറത്ത് വിരിച്ചിട്ട് നിങ്ങൾക്ക് കിടക്കാവുന്നതാണ്. നമ്മുടെ സ്റ്റോറിലുള്ള ആൻറ്റി ഏജിങ് ഓയിൽ നിങ്ങൾക്കെല്ലാം അറിയായിരിക്കും. 5 6 ഡ്രോപ്പ്, ഇല്ല അതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫസ്റ്റ് ഫേസ് ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഫേസ് ഒന്ന് റിലാക്സ് ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ചെറിയൊരു മസാജിങ് ചെയ്യാം. ഉറപ്പുവരുത്തുക നിങ്ങളുടെ കയ്യിലും എണ്ണയുണ്ടെന്ന്. ഒരു 10 പ്രാവശ്യം. ഇൻസൈഡ് ഔട്ട് വളരെ പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. വളരെ പതുക്കെ മതി. ഇതിനെ വലിയ ചടങ്ങാക്കി മാറ്റുകയൊന്നും വേണ്ട. കണ്ണിനെ ഇങ്ങനെ, ഇത് ഭയങ്കര സുഖമാണ്. നെറ്റി എപ്പോഴും 2 സൈഡിലോട്ട് മാത്രമേ മസാജ് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ റിങ്കിൾസ്
ലൈൻസ് വീഴും. പിന്നെ റിലാക്സ് ചെയ്യാനായിട്ട് പതുക്കെ ഇങ്ങനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഈ മസാജ് എന്ന് പറയുമ്പോൾ നമ്മൾ ബോഡി മസാജ് ചെയ്യുന്ന പോലാണെന്ന് വിചാരിച്ച് മസാജ് ചെയ്യരുത് കേട്ടോ. നല്ല സുഖമാണ്. നമ്മുടെ അന്നത്തെ ദിവസത്തെ ടെൻഷനൊക്കെ മാറും. ഞാൻ സാധാരണ ഇവിടെ കൂടി ഇങ്ങനെ മസാജ് ചെയ്യാറുണ്ട്. ദിസ് വൺ സ്ലോലി ക്യൂറായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഈ ഓയിൽ കുറച്ച് തന്നെ ക്യൂർ ആക്കുന്നുണ്ട്. സോ കയ്യിലും ഒക്കെ മസാജ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ ഈ ഓയിൽ. അപ്പോൾ നമ്മളുടെ നൈറ്റ് സ്കിൻ കെയറിൽ ഇതൊരു സ്റ്റെപ്പാണ്, ആൻറ്റി ഏജിങ് സ്കിൻ കെയർ. പിന്നെ നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ഈറ്റ് യുവർ സ്കിൻ കെയർ എന്നുണ്ട്. അതെന്താണ് ചെയ്യാൻ പറ്റുക? ഇത് ചെയ്യേണ്ടത് ആക്ച്വലി ഡെയിലി ചെയ്യണം. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഞാൻ അതും ഓരോ തിങ്കൾ, ചൊവ്വ, ബുധൻ അങ്ങനെ ട്യൂസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അങ്ങനെയുള്ള ദിവസങ്ങൾ വെച്ചിട്ട് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിച്ചു തരാം. എന്തൊക്കെയാണ് ഓരോ ദിവസം ഫ്രൂട്ട്സ്, നിങ്ങൾ മിക്സഡ് വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കേണ്ടതെന്ന്. ഉറപ്പായിട്ടും അതൊക്കെ അതത് ദിവസങ്ങളിൽ കഴിക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് സ്കിൻ കുറച്ചും കൂടെ ഇൻസൈഡ് ഔട്ട് ഗ്ലോ ആവുന്നത്. എന്ന് പറഞ്ഞ പോലെ നമ്മളുടെ ഉള്ളിൽ രക്തപ്രസാദം ഉണ്ടാകുകയും ആ രക്തപ്രസാദം നമ്മുടെ ഫേസിലേക്ക് കാണിക്കുകയും ഫേസിന്റെ ചുരുക്കങ്ങളെയും ചുളിവുകളെയും വലിവുകളെയും പാടുകളെയും ഡാർക്ക് മാർക്കുകളെയും നിങ്ങളുടെ മെച്ചുവർ ആക്നെയൊക്കെ പോകുന്നതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഞാൻ പറഞ്ഞ എല്ലാ സ്കിൻ കെയറും. അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറയുന്ന ഈറ്റ് യുവർ സ്കിൻ കെയർ, നിങ്ങളുടെ സ്കിൻ കെയർ നിങ്ങൾ തിന്നണം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്സ് പറഞ്ഞു തരട്ടെ. നിങ്ങൾ ആവശ്യമില്ലാതെ ഫേസിൽ തൊടുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പൊ തന്നെ തൊട്ടില്ലേ? ഫേസിൽ ഇങ്ങനെ തൊടാറില്ലേ? ഇങ്ങനെ വെച്ചിരിക്കാറില്ലേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണിക്കാറില്ലേ? ഇങ്ങനെ കാണിക്കാറുണ്ട്. എന്തൊക്കെയോ നമ്മൾ ചെയ്യും ഫേസിൽ തൊടുന്നത് അധികം ചെയ്യാതിരിക്കുക. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വെച്ചിരിക്കും. അങ്ങനെയൊക്കെ വെച്ചിരിക്കുമ്പോൾ അവിടെ ചുളിവുകൾ വീഴാനൊക്കെ വളരെ സാധ്യത. ഞാനിപ്പോൾ ഇങ്ങനെ വെച്ചതിൻ്റെ ഇതിൽ ഞാനിവിടെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഫേസിൽ അധികം തൊടാതിരിക്കാൻ നോക്കുക. നമ്മൾ ഉപയോഗിക്കുന്ന പില്ലോ കവർ, നമ്മൾ ഉപയോഗിക്കുന്ന ബെഡ്ഷീറ്റുകൾ, നമ്മളുടെ ഫേസിൽ നമ്മൾ എവിടെയെങ്കിലും ഫോണിലൊക്കെ തൊട്ടിട്ട് അല്ലെ പുറത്തൊക്കെ പോകുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ തൊട്ടിട്ട് കൈ ഒന്ന് വൃത്തിയാക്കാതെ ഫേസിലൊക്കെ തൊടുമ്പോൾ ഫേസിനെ അത് ബാധിക്കും. ഫീവർ വരാനൊക്കെ സാധ്യതയുണ്ടാവും. അതുകൊണ്ട് ഫേസിലോട്ട് തൊടുന്നത്, ആ ശീലം നമ്മൾക്ക് കോവിഡ് ടൈമിൽ ഉണ്ടായിരുന്നല്ലേ, നമ്മൾ ഫേസിലധികം തൊടാറില്ല. അപ്പോൾ ആ ശീലം വീണ്ടും കൊണ്ടുവരിക, ലൈഫ് ലോങ് കൊണ്ടുവരിക. കൈ വൃത്തിയാക്കാൻ മറക്കാതിരിക്കുക. തലയണ കവറ്, ബെഡ്ഷീറ്റ്, നമ്മൾ ഉപയോഗിക്കുന്ന കർച്ചീഫ്, മൊബൈൽ ഫോണിൻ്റെ പ്രതലങ്ങൾ ഒക്കെ നമ്മളൊന്ന് വൃത്തിയായിട്ട് വെക്കാൻ ശ്രമിക്കണം. അവിടെ തൊട്ടിട്ട് ഫേസിൽ തൊടുമ്പോൾ വൃത്തിയായിട്ട് തൊടുന്നെന്നുള്ള ഉറപ്പ് വരുത്തുക. ചുമ്മാ ഫേസിൽ ഇങ്ങനെ തൊട്ട് മാന്തിയും പിടിക്കുകയും ചിലർ എന്തൊക്കെയോ കാണിക്കുന്നുണ്ട്, അതുപോലൊന്നും കാണിക്കാതിരിക്കുക. വേറൊരു ടിപ്സ് ഉള്ളത്, ഡെയിലി നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് വെക്കുക നിങ്ങളുടെ ഫോണിൽ. സ്റ്റെപ്പ് കൗണ്ട് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് ഒരു 2000 സ്റ്റെപ്പിൽ ഇരുന്ന് തുടങ്ങുക. ഒരു ഫസ്റ്റ് 3 ഡേയ്സ് ഒരു 2000 സ്റ്റെപ്പ് നടക്കുക. ഫോർത്ത് ഡേ ഒരു 3000 സ്റ്റെപ്പ് നടക്കുക. പിന്നെ അതിനെ ഒരു 5000 ആക്കുക. പിന്നെ അങ്ങനെ 8000, 10,000 വരെ കൊണ്ട് നിർത്തണം എന്നല്ല, അവിടെ വെച്ച് തുടരണം. 10,000 സ്റ്റെപ്പ് എങ്കിലും നിങ്ങൾ ഒരു ദിവസം നടക്കണം. ഇത് നിങ്ങൾക്ക് എങ്ങനെ നടക്കാൻ പറ്റുമോ അതുപോലെ നടക്കാം. ഇനി നടക്കുമ്പോൾ മുട്ടുവേദന വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇനി മുട്ടിലിടുന്ന ഒരു ബാൻഡേഡ് പോലൊരു സാധനം കിട്ടും. 2 മുട്ടിനും അത് ഇട്ടിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ സുഖമാണ് നടക്കാൻ. മുട്ടുവേദന ഇല്ലാത്തവരും അത് ഇട്ടിട്ട് നടന്നു നോക്കിയാൽ റിസ്ക് വളരെ കുറവാണ്. നമ്മളൊന്ന് തട്ടുകയോ ഷൂ ഇട്ട് നടക്കാൻ ശ്രമിക്കുക. ഓക്കെ, ഒരിക്കലും ട്രാക്ക് ഷൂ ഇല്ലാതെ നടക്കാൻ പോകരുത്. ഷൂ ഇട്ട് നടക്കാൻ പോകുക, സ്നിക്കേഴ്സോ ട്രാക്ക് ഷൂ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനം ഇട്ട് നടക്കാൻ പോകുമ്പോൾ നമ്മൾക്ക് ഭയങ്കര കോൺഫിഡൻസ് തോന്നും നടക്കാനായിട്ട്. എത്ര പ്രായമായാലും നമ്മൾ ചിലപ്പോൾ ഫ്രണ്ടിലോട്ടുള്ള സ്റ്റെപ്പുകളോ ഫ്രണ്ടിൽ കല്ലുണ്ടോ എന്നൊക്കെ ഒരു ഫിയർ ഉണ്ടാകും. ഒരു 50 എബോ ഒക്കെ ആകുമ്പോഴത്തേക്കും ആ ഫിയർ ഒന്നും ഇല്ലാതെ നല്ല സുഖമായിട്ട് നടക്കാൻ പറ്റും. ഹെഡ്സെറ്റൊക്കെ വെച്ച് നല്ല ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ട് നല്ലൊരു ഷൂ ഒക്കെ ഇട്ട് മുട്ടിലെ ബാൻഡേഡ് ഒക്കെ ഇട്ട് നല്ല ബ്രിസ്കായിട്ട് നടന്നു പോവുക. പറ്റുമെങ്കിൽ സൈഡിൽ ഒരു സ്ലിംഗ് ബാഗ് ഒക്കെ ഇട്ട് കുറച്ച് വെള്ളമൊക്കെ കരുതുക. വലിയ ബോട്ടിലൊന്നും വേണ്ട, ചെറിയ ബോട്ടിൽ. ഇടയ്ക്കിടയ്ക്ക് ഒരു സിപ്പ് വെള്ളമൊക്കെ കുടിച്ച് ഹൈഡ്രേറ്റ് ചെയ്ത് നടന്നു പോകുമ്പോൾ അടിപൊളി ഒരു സ്കിൻ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടും. സോ ഇതൊക്കെ ചെയ്യണം. 1, 2, 3 എന്ന് പറഞ്ഞിട്ട്. ഓക്കെ, ഇത് ഈവനിങ്ങിലാണ് ചെയ്യുന്നത്. ഞാൻ ഈവനിങ് ആണ് ചെയ്യാറുള്ളത്. മോർണിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ സമയമുണ്ടെങ്കിൽ മോർണിംഗ് ചെയ്താലും ഓക്കെ. മോർണിംഗ് വീട്ടിലുള്ളവർക്ക് ഡിസ്റ്റർബ് ആകുന്നതുകൊണ്ട് ഈവനിങ് ആയിരിക്കും നമ്മൾ കുറച്ചുകൂടെ ഫ്രീ. ആ സമയത്ത് നടന്നാൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. നിങ്ങളെ
ഒന്ന് വെച്ചും ആരെ വെച്ചും ഒരു സെലിബ്രിറ്റിയെ വെച്ചും കമ്പയർ ചെയ്യാതിരിക്കുക. അവരെ പോലെ ആവണം എന്ന് ചിന്തിച്ച് നിങ്ങൾ ഒരു സ്കിൻ കെയർ തിരഞ്ഞെടുത്താൽ, ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞ പോലെ അവർ പറയുന്നു ഈ സ്കിൻ കെയർ, ഇവർ പറയുന്നു ഈ സ്കിൻ കെയർ, പുതിയൊരു പ്രോഡക്റ്റ് അവർ ഉപയോഗിക്കുന്നു, അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ യൂഷ്വലി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സാധനങ്ങൾ മാറ്റി അത് വാങ്ങി അത് തേച്ച് എൻ്റെ മുന്നിൽ ലൈവ് എക്സാമ്പിൾ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. നിങ്ങൾ കാണിക്കുന്ന സെലിബ്രിറ്റി ആ പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നിടം വരെ എന്തായിരുന്നു ഉപയോഗിച്ചത് നിങ്ങൾ ചിന്തിച്ചു നോക്കുക. നമ്മളുടെ സ്കിന്നിനെ കുറിച്ച് നമ്മൾ പഠിക്കുക, നമ്മൾക്ക് എന്താണ് ചെയ്യുന്നതെന്ന് നമ്മൾ തീരുമാനിക്കുക. നമ്മൾക്കൊരു 30 days ഇട്ടിട്ട് നമ്മൾക്കത് മാറ്റാവുന്നുണ്ടെങ്കിൽ അത് തന്നെ കണ്ടിന്യൂ ചെയ്യുക. പിന്നെ നിങ്ങൾക്കൊന്ന് മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ലോലി മാറ്റുക. മനസ്സിലായോ? അല്ലാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങളുടെ ബ്രെയിൻ പറയുന്ന അനുസരിച്ചായിരിക്കണം നിങ്ങളത് മാറ്റുന്നത്. അല്ലാതെ വേറൊരാളുടെ സ്കിന്നിൽ ഗ്ലോ ആയി അത് കണ്ടു എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ അവര് അഡ്വർടൈസ്മെന്റിൽ വന്ന് ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇനി വേറൊരു കാര്യം പറയട്ടെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, നമ്മൾ എല്ലാ ദിവസവും മോയ്സ്ചറൈസർ ഇടുന്നു, സൺസ്ക്രീൻ ഇടുന്നു, മേക്കപ്പ് ഇടുന്നു, പാക്ക് ഇടുന്നു, ആന്റി ഏജിങ് ഓയിൽ ഇടുന്നു, എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. വളരെ കറക്റ്റായിട്ട് പങ്ക്ച്വലായിട്ട് ചെയ്യുന്നുണ്ട്. ഇതിനിടയിൽ നമ്മൾ എന്തെങ്കിലും സ്കിന്നിനെ ഫാസ്റ്റിംഗ് ചെയ്യുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? സ്കിന്നിനും ഫാസ്റ്റിംഗ് വേണം. ആഴ്ചയിൽ ഒരു ദിവസം ഫേസിൽ ഒന്നും ഇടരുത്, ഒരു മൈൽഡ് മോയ്സ്ചറൈസർ അല്ലാതെ. മോയ്സ്ചറൈസർ മാത്രം ഇട്ട് ഒരു ദിവസം നിങ്ങൾ ഇരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സ്കിന്നിൽ ഓയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ, സ്കിന്ന് ഡ്രൈ ആണോ, സ്കിന്ന് എന്ത് ടൈപ്പിലുള്ള സ്കിന്നാണ് നമ്മൾ, എന്ത് മാറ്റമാണ് നമ്മുടെ സ്കിന്നിൽ വന്നിട്ടുള്ളത്, സ്കിന്ന് സെബമൊക്കെ ഉണ്ടായി കറുത്തു പോകുന്നുണ്ടോ എന്നൊക്കെ അറിയാനും സ്കിന്നിനൊന്ന് റിപ്പയർ ചെയ്ത് എടുക്കാനും ഒരു ദിവസം സ്കിന്നിനെ ഫാസ്റ്റിങ്ങിൽ ഇടുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അങ്ങനെയും ചെയ്യണം. ഒരു ദിവസം സ്കിന്നിൽ ഒന്നും തന്നെ ഇടരുത്. ഞാനാണെങ്കിൽ മോയ്സ്ചറൈസർ പോലും ഇടാറില്ല എന്നുള്ളതാണ്. കാരണം എൻ്റെത് കുറച്ച് ഓയിലി സ്കിന്നാണ്. അതുകൊണ്ട് എനിക്ക് മോയ്സ്ചറൈസർ പോലും വേണ്ട. ഞാൻ ബെയറായിട്ട് അങ്ങനെ വിടും. പക്ഷെ പുറത്തു പോകത്തില്ല, വീട്ടിനകത്ത് തന്നെയായിരിക്കും ഇരിക്കുക. ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാൻ ഒന്നും പോകാറില്ല. അതുകൊണ്ട് ഒരു ദിവസം സ്കിന്നിനെ ഫാസ്റ്റിങ്ങിൽ ഇടാൻ മറക്കരുത്. അങ്ങനെ ഈ പറയുന്ന സ്കിൻ കെയർ ഒക്കെ ചെയ്ത് അടിപൊളിയായിട്ട് നല്ല സുന്ദരിയായിട്ട് ഇരിക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. നമ്മളുടെ ചുറ്റും നമ്മളുടെ കുട്ടികളുണ്ടാവും, നമ്മൾക്ക് ഹസ്ബൻഡ് ഉണ്ടാവും, ഹസ്ബൻഡിൻ്റെ അമ്മയുണ്ടാവും, നമ്മളുടെ പേരൻസ് ഉണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാവും, നമ്മളുടെ കൊളീഗ്സ് ഉണ്ടാവും, നമ്മളുടെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, നമ്മളുടെ ബിസിനസ് ഉണ്ടാവും, വട്ടവർ എല്ലാം നമ്മളുടെ ഈ ലോകം തന്നെ നമ്മളുടെ ചുറ്റിനുമുള്ളതാണ്. നമ്മളാണ് സെൻട്രൽ നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുക. സെൻട്രൽ നിൽക്കുന്ന നമ്മൾ ചുറ്റിനുമുള്ളവർ എല്ലാവരുടെയും കൂടെ ടെൻഷൻ ഇങ്ങോട്ട് വലിച്ചെടുക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ചുറ്റിനും ആ ഒരു വൈബ് അങ്ങോട്ട് ഓറ അങ്ങോട്ട് പടർന്നിട്ട് ഒരു ഡിസ്റ്റർബ്ഡ് ഓറ നമ്മളുടെ ചുറ്റിനും ഫോം ആകും. അത് ഫാമിലിയിലും റിഫ്ലക്റ്റ് ആകും. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാതിരിക്കുക. മാക്സിമം നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മളുടെ കുട്ടികളെ നമ്മൾ ഗൈഡ് ചെയ്ത് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, അവരെ ഡ്രൈവ് ചെയ്യാൻ പാടില്ല. ഒരിക്കലും അവരുടെ ഫ്യൂച്ചറിലോട്ട് നമ്മൾ അവരെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകരുത്. നമ്മൾ അവരുടെ ഡ്രൈവർ അല്ല. അത് നമ്മൾക്ക് യാതൊരു അധികാരവും അതിനകത്തില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അവരെ ഗൈഡ് ചെയ്യാം നമുക്ക്. ഇതാണ് ശരി, ഇതാണ് കറക്റ്റ്. ഇനി ഇതാണ് ശരി കറക്റ്റ് എന്ന് പറയുന്ന ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെയും കുറച്ച് കാര്യങ്ങളുണ്ടെന്ന് നമ്മൾക്കറിയാലോ, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ഇങ്ങനെയൊക്കെയും കുറച്ച് കാര്യങ്ങളുണ്ട് ലോകത്തെന്ന് പറഞ്ഞ് ഇൻഡയറക്റ്റ് ആയിട്ട് പറയുക, അല്ല വീട്ടിൽ അവർ കേൾക്കുന്ന പോലെ സംസാരിക്കുക. അതൊക്കെ അവർ പിടിച്ചെടുക്കും. ചെറിയ കുട്ടികൾ കണ്ടിട്ടില്ലേ, ചെറിയ സിനിമാ പാട്ടുകളൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടാണോ അവർ പഠിക്കുന്നത്? 2 ദിവസം കേട്ട് കഴിയുമ്പോൾ അവർ തന്നെ പാടും. അത് കാരണം എന്താ, അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ നമ്മുടെ മക്കൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്, നമ്മൾ എന്താണ് പറഞ്ഞു കൊടുക്കുന്നതെന്നൊക്കെ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. അവരെ അവരുടെ ഫ്യൂച്ചറിൽ കോൺഫിഡൻ്റ് ആയിട്ട് ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് നമ്മൾ ട്രെയിൻ ചെയ്യണം. നമ്മളുടെ പലരുടെയും നമ്മളുടെ ഫാമിലി സിറ്റുവേഷൻ വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ചില ഫാമിലിയിൽ വളരെ വീക്കായിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരിക്കും, സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ലാത്ത, ബേബി ഈ ഫിനാൻഷ്യലി മാത്രമല്ല ഞാൻ പറയുന്നത്, പല വിധത്തിലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരെ ഒറ്റയ്ക്ക് നിൽക്കാനായിട്ട് നമ്മൾ സഫർ ചെയ്തിട്ടാണെങ്കിലും നമ്മൾ അതിന് മുൻകൈ എടുത്ത് അവർക്ക് ഒരു സപ്പോർട്ട് കൊടുത്തിരിക്കണം. ഒരു കോൺഫിഡൻസ് ലൈഫിൽ ഇൻഡയറക്ട്ലി കൊടുക്കണം. അതാണ് ഏറ്റവും വലിയ സക്സസ് എന്ന് പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് കൊടുത്താൽ ആർക്കും ഇഷ്ടപ്പെടത്തില്ല. എല്ലാവർക്കും അവരവരുടേതായ പേഴ്സണാലിറ്റി ഉണ്ട്, എല്ലാവർക്കും അവരവരുടേതായ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. ഒരു കുട്ടിയാണെങ്കിൽ പോലും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവരുടെ ആ ഈഗോയെ അവരുടെ ആ ഒരു പേഴ്സൺ ഉണ്ടല്ലോ, നമ്മളുടെ കുട്ടിക്ക്, നമ്മളുടെ ആ ഹസ്ബൻഡിന്, അവരുടെ ആ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിനെ, ഉള്ളിലിരിക്കുന്ന ആ സോളിനെ, പേഴ്സണാലിറ്റിയെ ഹേർട്ട് ചെയ്യാതെ ഇൻഡയറക്റ്റ് ആയിട്ട് കൊണ്ടുപോകാനുള്ള ടാലൻറ്റ് നമ്മൾക്കുണ്ടായിരിക്കണം. ഇതൊക്കെ നമ്മൾക്ക്
ഇതൊക്കെ നമ്മൾക്ക് ഈ സ്കിൻ കെയർ ചെയ്യുമ്പോൾ കിട്ടും. എന്താണെന്നറിയോ? ഭയങ്കര കോൺസെൻട്രേഷനോടെയാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് അല്ലേ? നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താണാവുന്നത്? നമ്മളുടെ ബ്രെയിനിൻ്റെ എല്ലാ ടെൻഷനും നോട്ട്സും ഒക്കെ മാറി നമ്മളൊരു ഇറ്റ്സ് എ കൈൻഡ് ഓഫ് മെഡിറ്റേഷൻ എന്ന് പറയാം. ഇറ്റ്സ് എ കൈൻഡ് ഓഫ് യോഗ എന്ന് പറയാം. ഓക്കെ, നമ്മൾ അങ്ങനെ നമ്മളറിയാതെ നമ്മളെ ട്രെയിൻ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു കാര്യം കൂടിയാണ് ആൻറ്റി ഏജിങ് സ്കിൻ കെയർ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, ഗ്രേസ്ഫുള്ളി നമ്മൾ ഏജിലേക്ക് കടക്കുകയാണ്. കുറേശ്ശെ പതുക്കെ വളരെ മനോഹരമായിട്ട് ഓരോ സ്റ്റെപ്പും വെച്ച് നമുക്ക് പോകാമല്ലോ. ടെൻഷനോടെ, കുറെ കുശുമ്പോടെ, കുറെ നുണകളോടെ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പേരുണ്ട്. അത് അവരങ്ങനെ ജീവിച്ചോടെ, നമ്മൾക്കതൊന്നും വേണ്ട. നമുക്ക് സന്തോഷമായിട്ട് പോകാം. അപ്പോൾ 2027 നല്ല അടിപൊളി സ്കിന്നായിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ നമുക്ക് മീറ്റ് ചെയ്യാം. അതിനുവേണ്ടി ഞാൻ ആ ഒരു മൈൽ സ്റ്റോൺ കടക്കണം. അപ്പോഴേ എനിക്കൊരു സന്തോഷം ഉണ്ടാകത്തുള്ളൂ. ഞാനും എന്തെങ്കിലുമൊക്കെ ആയി എന്നെനിക്ക് തോന്നണമെങ്കിൽ അത്രയും സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണം യൂട്യൂബിൽ. അപ്പോൾ ഞാൻ ഇത്രയും വീഡിയോസൊക്കെ ഇടുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അപ്പോൾ ആ ഒരു കൗണ്ട് എത്തുമ്പോൾ നമ്മൾക്ക് മീറ്റ് ചെയ്യാനായിട്ട് ഞാൻ അറേഞ്ച് ചെയ്യാം ഉറപ്പായിട്ടും. അതൊരു നല്ലൊരു പ്രോഗ്രാം പോലെ എൻ്റെ ഒരു മൈൻഡിൽ ഒരു ഡ്രീമുണ്ട്. അതുപോലെ നമുക്ക് ചെയ്യാം. അപ്പോൾ സ്കിൻ കെയർ ഒക്കെ ചെയ്ത് വളരെ സുന്ദരന്മാരായിട്ട് വരിക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ നല്ലൊരു കണ്ടന്റുമായി കാണാം. നമ്മളെ ടേക്ക് കെയർ.